പ്രണയപുഷ്പങ്ങൾ. രചന റഫിയ AM. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മഴ പെയ്ത് തോർന്ന ഇടവഴി. വഴിയരികിലെ വള്ളിപ്പടർപ്പിലും പുല്ലിലും വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്നു. ചെറിയൊരു കാറ്റുമതി തുള്ളികൾ മണ്ണിലലിയാൻ. ഹൃദയമിടിപ്പ് കേൾക്കുന്നത്രയും നിശബ്ദമാണ് ഇന്നത്തെ പുലരിക്ക്. മഴ മാറി മഞ്ഞു മൂടാൻ നിൽക്കുന്ന പോലെ തെളിച്ചമില്ലാത്ത പ്രഭാതം. നടന്നു തുടങ്ങിയിട്ട് എത്ര നേരമായി? പാതിരാവിന്റെ തുടക്കത്തിലല്ലേ നടന്നു തുടങ്ങിയത്. നേരം പുലരാനായിട്ട് ഇതേവരെ ഒരക്ഷരം പരസ്പരം മിണ്ടിയിട്ടില്ല. ഏയ്, കേൾക്കുന്നുണ്ടോ? ഇയാളെന്തൊന്നും മിണ്ടാത്ത്? എത്ര നേരം ഈ നടപ്പുടങ്ങിയിട്ട്? വെളുത്തു തുടങ്ങിയിട്ട് ഒരു മനുഷ്യനെ പോലും ഇതുവരെ കണ്ടില്ല. നിങ്ങളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഞാനിനിയില്ല. ഒന്നില്ല എങ്ങോട്ട് പോകുന്നത് പറയണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ആരെന്ന് കാണുകയും വേണം. പിന്നാലെ നടന്ന് അത്രയും വിളിച്ചു പറഞ്ഞിട്ടും മുമ്പേ നടക്കുന്ന ആൾ കേട്ട ഭാവമില്ല. നടത്തത്തിന് വേഗത കുറയുകയോ കൂടുകയോ ചെയ്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ വിജനമായ വഴിയിൽ ഞാൻ നിന്ന് പോയാൽ പിന്നെ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് പേടി തോന്നുന്നു. നിൽക്കാൻ തുടങ്ങി അതേ തോന്നലിനെ വേണ്ടാന്ന് വെച്ച് നടത്തത്തിന് അല്പം വേഗത കൂട്ടി മുന്നിലുള്ള ആളുടെ ഒപ്പം എത്താൻ നോക്കി. എത്ര നടന്നിട്ടും നീങ്ങാത്ത പോലെ പേടി തന്നെ പിടികൂടുന്നു. ശരീരം വിറയിൽ തുടങ്ങുന്നു. നെഞ്ചിന് വല്ലാത്ത ഭാരം. ഞെട്ടിയുണർന്നും മഴ ആർത്തലച്ച് പെയ്ത് ഒരുമിച്ചായിരുന്നു. എന്നിട്ട് അവനാകെ വിയർത്തിരുന്നു. ഉണർവിലും ചിന്തകൾക്ക് കടിഞ്ഞാണില്ലാതെ എവിടെയോ സഞ്ചരിച്ചിരുന്നു. ചിലത് അങ്ങനെയാണ്, ചിലരങ്ങനെയാണ്. സ്നേഹത്തിന്റെ ചരടിൽ കെട്ടി നമ്മളെ ചേർത്ത് നിർത്താൻ നോക്കും. അഴിച്ചെടുക്കാൻ നാം തുനിഞ്ഞാലും വേദനിക്കുന്ന അവർക്കാവും. കണ്ണുനീർ പൊഴിഞ്ഞ കവിളുകൾ നിറഞ്ഞു നിസ്സഹായതയുടെ നോട്ടമയച്ച് നമ്മെ ധർമ്മസങ്കടത്തിലാക്കും. കൂടെ കൂട്ടാനോ വഴിയിൽ ഉപേക്ഷിക്കാനോ കഴിയാതെ നാം നിലച്ചു പോകും. സ്നേഹത്തിന്, ഇഷ്ടത്തിന്, കൗതുകത്തിന് എത്ര ഭാഷകളാണല്ലേ! സന്തോഷിപ്പിച്ച് സങ്കടപ്പെടുത്തി നിശ്ചലമാക്കി, നിസ്സഹായപ്പെടുത്തി വാചാലമാക്കി, എഴുതിയും പറഞ്ഞും മൗനമായും പറ്റിച്ചേരാൻ നോക്കി. അങ്ങനെ ശരിതെറ്റുകളുടെ ജയപരാജയങ്ങളുടെ, ആനന്ദത്തിന്റെ, അലർച്ചകളുടെ, കനലായും മഞ്ഞുതുള്ളിയായും അനുഭവങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ തിരഞ്ഞെടുപ്പുകളെ പിന്നെയും ഭയത്തോടെ നോക്കാൻ ഭൂതകാലം ഓർമ്മിക്കുന്നു. ഒടുക്കം എന്നിട്ട് അവൻ ഇങ്ങനെ എഴുതി ചേർത്തു അവൾക്കായി. വെറുമൊരു വ്യക്തിയോ സുഹൃത്തോ മാത്രമല്ല, ഒരിക്കലും മങ്ങാത്ത സ്നേഹത്തിന്റെയും നോവിന്റെയും ബിംബകൽപ്പനയാണ്. ഒരിക്കൽ സുഗമമായി കയറി ചെന്ന വഴികൾ പഴുതുകളില്ലാതെ അടച്ചു കളഞ്ഞ് ഗൂഢമായവർ ആനന്ദിക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി നാം രൂപാന്തരപ്പെടുന്നു. പരസ്പരം മനസ്സുറക്കാതെ, സുവാർത്തകൾ പങ്കുവെക്കാതെ ആരുമല്ലാത്തവരാവുന്നു. വേദനകൾ പൂക്കുന്ന കാട്ടിൽ ഒറ്റയ്ക്കെന്ന പോലെ നാം അകപ്പെട്ടു പോകുന്നു. മുറ്റത്തെ മാവിലൊരു മുല്ലവള്ളി പടർന്നു നിറയെ പൂത്തു നിന്നിരുന്നു. രാത്രി പെയ്ത മഴയിൽ വിരിഞ്ഞ പൂവുകളെല്ലാം നിലത്ത് കൊഴിഞ്ഞു കിടന്നു. സബിത പതിവ് പോലെ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. നിലത്ത് കിടക്കുന്ന പൂക്കളെല്ലാം പെറുക്കിയെടുത്ത് മുഖത്തോടടുപ്പിച്ച് മണത്ത് നോക്കി. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുല്ലപ്പൂ മണം. നനഞ്ഞു നാശമാവാൻ തുടങ്ങിയതാണെങ്കിലും റൂമിലെ ടേബിളിലെ ചെറിയ ഗ്ലാസ് പാത്രത്തിൽ ഇട്ട് വെക്കാമെന്ന് കരുതി ഒന്നും കൊഴിഞ്ഞു പോവാതെ കൈക്കുമ്പിളിൽ കൂട്ടിപ്പിടിച്ച് മുറിയിലേക്ക് നടന്നു. തന്റെ ചെടികളിൽ വിരിയുന്ന പൂക്കൾ ഇടക്കെല്ലാം പൊട്ടിച്ച് ആ ഗ്ലാസ്സിലിട്ട് വെക്കും. അതൊരു സന്തോഷമാണ്, തന്റെ മാത്രം കുഞ്ഞു സന്തോഷങ്ങൾ. ഞായറാഴ്ച ദിവസമായതിനാൽ മക്കൾ ഉണർന്നിരുന്നില്ല. അവരെ ശല്യം ചെയ്യാതെ ആ പൂക്കൾ ഗ്ലാസ്സിലിട്ട് വെച്ച് അടുത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് വീണ്ടും ഉമ്മറത്തെ ബെഞ്ചിൽ വന്നിരുന്നു. കൂട്ടുകാർക്ക് രാവിലെ ഒരു മോർണിംഗ് അയക്കുക പതിവാണ്. ചിലർ നേരത്തെ അയച്ചിരിക്കും. അപ്പോൾ പിന്നെ അതിന് മറുപടിയായും കുടുംബ ഗ്രൂപ്പിൽ വൈകി ഉറങ്ങിയവർ പരസ്പരം പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ ഉണ്ടാവും. അതെല്ലാം സ്ക്രോൾ ചെയ്തിരിക്കുന്നതിനിടക്കാണ് പുതിയൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. മഞ്ഞ ചെമ്പകത്തിന്റെ പ്രൊഫൈലുള്ള 75919 തുടങ്ങുന്ന നമ്പർ. ആകാംക്ഷയോടെ സവിത ചാറ്റ് തുറന്നു. വെറുമൊരു വ്യക്തിയോ സുഹൃത്തോ മാത്രമല്ല, ഒരിക്കലും മങ്ങാത്ത സ്നേഹത്തിന്റെയും നോവിന്റെയും ബിംബകൽപ്പനയാണ്. ഒരിക്കൽ സുഖമായി കയറി ചെന്ന വഴികൾ പഴുതുകളില്ലാതെ അടച്ചു കളഞ്ഞ് ഗൂഢമായവർ ആനന്ദിക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി നാം രൂപാന്തരപ്പെടുന്നു. പരസ്പരം മനസ്സ് തുറക്കാതെ, സുവാർത്തകൾ പങ്കുവെക്കാതെ ആരുമല്ലാത്തവരാവുന്നു. വേദനകൾ പൂക്കുന്ന കാട്ടിൽ ഒറ്റയ്ക്കെന്ന പോലെ നാം അകപ്പെട്ടു പോകുന്നു. അരവിന്ദ് വായിച്ചു തീരും മുമ്പ് തന്നെ അവൾ അറിയാതെ പറഞ്ഞുപോയി. നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ കാഴ്ച മറക്കും മുമ്പേ അവൾ ആ വരികൾ വായിച്ചു തീർത്തു. നെഞ്ചിലൊരു ഭാരം തല ചുറ്റുന്ന പോലെ. കൈകളും ശരീരവും വിറക്കുന്നു. 10 വർഷം എൻ്റെ ആരവ്. അവൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഒരു ദശാബ്ദത്തിന് ശേഷം എന്തിനായിരിക്കും ഇങ്ങനെയൊരു മെസ്സേജ്? തനിക്കൊരു കുടുംബമായതിനു ശേഷം മനഃപൂർവ്വം മറന്നതല്ലേ? ഉള്ളിലെവിടെയോ ആരും കാണാതെ ഒളിപ്പിച്ച് ഞാൻ നല്ലൊരു ഭാര്യയായി, പിന്നീട് 2 മക്കളുടെ അമ്മയുമായി. പിന്നീട് ഒരിക്കലും അരവിന്ദനെ കാണാനോ മിണ്ടാനോ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ല. കിട്ടാതെ പോയി തനിക്ക് വിധിച്ചിട്ടില്ലെന്ന് എഴുതി സമാധാനിക്കുകയായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആരവിന്റെ പെണ്ണായി, അവന്റെ മാത്രം സഖിയായി, അങ്ങനെയൊരു പ്രാർത്ഥനയിൽ മനസ്സുറപ്പിച്ച് കഴിയുകയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് വരികൾ മാത്രം. എന്തായിരിക്കും അവന്റെ മനസ്സിൽ? അവൻ എവിടെയായിരിക്കും? തിരിച്ചൊരു മെസ്സേജ് അയച്ചാലോ? അങ്ങനെ ആയാൽ വീണ്ടും പഴയതൊക്കെ പറഞ്ഞ് ആലോചിച്ചൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ. എന്ത് ചെയ്യുമെന്നറിയാതെ ആ ഇരിപ്പിൽ അവൾ അങ്ങനെ ഇരുന്നു പോയി.
പെട്ടെന്നാണ് തൊട്ടുപുറകിൽ നിന്ന് സബിത എന്നുള്ള വിളി. ആരോ വിളിച്ചെന്ന തോന്നലിൽ സബിത നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ കണ്ണുകൾ തുടച്ച് ഫോൺ ഓഫ് ചെയ്ത് എഴുന്നേറ്റു. അതങ്ങനെയാണ്. ഉള്ളിലൊരു പേടിയോ സങ്കടമോ നിറഞ്ഞു നിൽക്കുമ്പോൾ നിശബ്ദത പോലും സംസാരിക്കുന്നതായി തോന്നും. ഉൾവിളികൾ ഉറക്കെ കേൾക്കും. ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകും. ഉറക്കെ കരയാൻ പോലും ശബ്ദമില്ലാതെ. അത്രമേൽ സന്തോഷം തന്ന നിമിഷങ്ങളാണല്ലോ വർഷങ്ങൾക്ക് ശേഷം അതേ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. പതിവ് ഉത്സാഹമൊന്നുമില്ലാതെ അവൾ ദിനചര്യകളിലേക്ക് കടന്നു. സബിത തൃശൂർ ജില്ലയിലെ വെള്ളറക്കാട് സ്വദേശി സിറാജിന്റെ ഭാര്യ. സിറാജ് പ്രവാസിയാണ്. സബിതയും 2 മക്കളുമാണ് ഇപ്പോൾ വീട്ടിൽ താമസം. തറവാട് വീടിനോട് അടുത്ത് തന്നെ പുതിയ വീട് വെച്ച് താമസമാക്കിയിട്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. സിറാജ് വീട് താമസത്തിന് വന്നു പോയിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. പ്രവാസത്തിന്റെ ചെറിയ കനൽ 2 പേരിലും എരിയുന്നുണ്ടെങ്കിലും വളരെ ശാന്തമായി സന്തോഷത്തിൽ പോകുന്ന കുടുംബം. മൂത്ത മകൾ 8 വയസ്സുകാരി സൻഹ, മകൻ സിനാൻ 5 വയസ്സ്. രാവിലേക്കുള്ള ചായയും പലഹാരവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ ഉച്ചക്കുള്ള ചോറിന് അരിയിട്ടു. കറിക്ക് പച്ചക്കറി അരിയാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ റിങ് ചെയ്ത്. ശബ്ദം കേട്ടത് അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. ആരോ ആയിരിക്കുമോ? ഹാളിൽ ടേബിൾ വെച്ച ഫോൺ വേഗം ചെന്ന് എടുത്തു നോക്കി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ഓണായി ചെവിയിൽ വെച്ചു. അസ്സലാമു അലൈക്കും. എന്താ സബിത, ഇന്ന് നിന്റെ പതിവ് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ? ഞായറാഴ്ചയായിട്ട് ഉറങ്ങി എത്രയും നേരം? മക്കളോടൊന്നില്ലേ? സിറാജിന്റെ ചോദ്യങ്ങൾക്കൊക്കെ പതിവ് സന്തോഷത്തിൽ മറുപടി കൊടുക്കാൻ അവൾക്ക് ആവുന്നില്ല. എങ്കിലും സങ്കടം മറച്ചു വെച്ച് അവൾ തിരിച്ചു പറയാൻ തുടങ്ങി. വാലിക്കും അസ്സലാം. ആയിക്ക, ഞാനിത് കുറച്ച് വൈകി. മക്കളെണീക്കുമ്പോഴേക്കും ചായ ഉണ്ടാക്കാൻ അടുക്കളയിലായിരുന്നു. ഇക്കാ സുഖമല്ലേ? ഓഫീസിലെത്തിയോ? എന്തു പറ്റി സബിത മോളെ? നിന്റെ ശബ്ദം പോലാണ്ടിരിക്കുന്നല്ലോ. എന്തിടി, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ് എല്ലിക്ക, കുറച്ചധികം ഉറങ്ങിയതിൻ്റെയാ. പണികൾ കഴിഞ്ഞ് ചായയും കുടിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും. എന്നാ ചെല്ല്, മക്കളെ വിളിച്ച് എല്ലാവരും കൂടി ചായ കുടിക്കുക. സീനിമോനോട് പറയും വീഡിയോ കോൾ വിളിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. സനിയൊന്നും മദ്രസയിൽ പോയില്ലേ? ആ അതിക്ക ഇന്ന് പോയില്ല, ഞാൻ ഉറങ്ങിപ്പോയില്ലേ. വൈകിച്ചെന്ന ഉസ്താദ് ചീത്ത പറയും. പിന്നെ അവൾ കരയാൻ തുടങ്ങും. നാളെ ഇനി ലീവ് ലെറ്റർ കൊടുത്തേക്കാം. ശരി ആയിക്കോട്ടെ. നിന്റെ ഉറക്കപ്പിരാന്ത് മക്കളെ മടി പിടിപ്പിക്കണ്ട. രാവിലെ തന്നെ ഞാനിനി ഒന്നും പറയുന്നില്ല. ഉമ്മമാരെ കണ്ടിട്ടാ മക്കൾ പഠിക്കുക, അത് മറക്കണ്ട. ഞാനേ ഡ്യൂട്ടി കയറട്ടെ. ഇനിയിപ്പോ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് മുഖം വീർപ്പിച്ചിരിക്കണ്ട. പോയി ചായ കുടിച്ച് ബാക്കി എന്താ വെച്ചാൽ ചെയ്യ, പിന്നെ വിളിക്കാം. ആ ശരിക്കാ. അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. സോഫയിൽ തലക്ക് കൈവച്ചിരുന്നു. പടച്ചോനെ, ഞാനിന്ന് മോളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ മറന്നല്ലോ. രാവിലെ തന്നെ അവൻ്റെ മെസ്സേജ് കാണലും എൻ്റെ സ്ഥലകാലബോധം ഇല്ലാതായോ? യാ അല്ലാഹ്, എന്നെ പരീക്ഷിക്കില്ലേ റബ്ബേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. എന്നിട്ടും മനസ്സിൽ ശരിയാവുന്നില്ല. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യും? അവൾ വീണ്ടും ആളിലേക്ക് ചെന്ന് ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. അപ്പുറം ഫോൺ എടുക്കുന്നത് ശ്രദ്ധിച്ച് നിന്നു. രാത്രി പെയ്ത മഴയുടെ കുളിരിൽ അരവിന്ദ് നല്ല ഉറക്കത്തിലാണ്. നേരം വെളുത്ത് 9 അവൻ അറിഞ്ഞതേയില്ല. നിർത്താതെ റിങ്ങിന്ന് കേട്ട് തലയിണക്ക് താഴെ നിന്ന് ഫോൺ എടുത്ത് ആരെന്ന് പോലും നോക്കാതെ ഉറക്കച്ചടവിൽ പതുക്കെ ഹലോ എന്ന് പറഞ്ഞു. അപ്പുറം നിശബ്ദമാണ്. വീണ്ടും ഒന്നുകൂടെ ഹലോ പറഞ്ഞ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആരോ എന്നുള്ളൊരു നേരത്തെ ശബ്ദം തന്റെ ചെവിയിൽ പതിഞ്ഞത്. അരവിന്ദ് പെട്ടെന്ന് എന്തോ കേട്ട് ഞെട്ടിയ പോലെ ബെഡിൽ എഴുന്നേറ്റിരുന്ന കയ്യിലെ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. സബി ഇന്നലെ അയച്ച മെസ്സേജിനെ പറ്റി അപ്പോഴാണ് അവൻ ഓർത്തത്. ഈശ്വര, ഇനി ഞാൻ അയച്ച മെസ്സേജ് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? എന്തൊക്കെയോ ചിന്തകൾ വന്നു തുടങ്ങിയതും അവൻ വേഗം, ഹലോ സബി, നീ ഓക്കെ അല്ലേ? ഞാൻ ഇന്നലെ പെട്ടെന്ന് രാത്രി ഉറക്കില്ലാതെ പറയാൻ വാക്കിൽ കിട്ടാതെ വിക്കി. എനിക്ക് നിന്നോടൊന്നും മിണ്ടാതെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അതാ ഞാൻ ആ സമയം. സോറി സബി, ഇനിയുണ്ടാവില്ല അങ്ങനെയൊന്നും, എന്നോട് ക്ഷമിക്കേ. അപ്പുറത്തുള്ള ആളുടെ സംസാരം കേൾക്കാൻ തുടങ്ങും മുമ്പേ അവനാകെ വെപ്രാളപ്പെട്ട് പറഞ്ഞു തുടങ്ങിയിരുന്നു. ആരോ, നീ ഒന്ന് നിർത്തി, എനിക്കൊന്നും പ്രശ്നമില്ല. നീ എന്തിനെങ്കിലും ടെൻഷനാവുന്നേ? ഞാൻ നിന്റെ മെസ്സേജ് ഉണ്ട്. അല്പം വിഷമിച്ചെങ്കിൽ ഇപ്പം ഞാൻ ഓക്കെയാ. വെറുതെ നിന്റെ വിവരങ്ങൾ അറിയാൻ കരുതി മാത്രം വിളിച്ചതാ, അല്ലാതെ. സവിത ഇനി എന്ത് പറയുമെന്നോർത്തൊന്ന് ആലോചിച്ച് നിന്നുപോയി. ആരവിന് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് താനായിട്ട് കൊണ്ടുപോകരുത്. അവനൊരു ജീവിതം ഉണ്ടാവണം തന്നെയാണ് താൻ ഇന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കുട്ടിക്കാലം തൊട്ടേ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നവരാണ്. കൗമാരം കടന്നു വന്നപ്പോൾ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് എപ്പോഴാണെന്ന് അറിയില്ല. എന്നിട്ടും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരേ പ്രായക്കാരെ അവർ വിവാഹമെന്ന് സങ്കല്പിക്കാനേ കഴിയാത്ത കാര്യമായിരുന്നു. മാത്രമല്ല, ഇഷ്ടമാണെന്ന് വീട്ടുകാരോട് പറയാൻ ധൈര്യവും ഉണ്ടായിരുന്നില്ല. തന്റെ പഠിത്തം കഴിയും മുന്നേ നല്ലൊരു ആലോചന വന്നപ്പോൾ തന്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചു. കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ സിറാജിക്കയുടെ ഭാര്യയുമായി പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. ആരോ ജോലി ആവശ്യത്തിന് പുറത്തെവിടെയോ പോയെന്ന് മാത്രം അറിയായിരുന്നു. ആരോ ജോലി സ്ഥലത്ത് വെച്ച് മാനസികാസ്വാസ്ഥ ഉണ്ടായെന്നും അതേ തുടർന്ന് ചികിത്സയ്ക്കായി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. വർഷങ്ങൾ കൊഴിഞ്ഞുപോയതും തന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായതും ആരോ ഇപ്പോഴാണ് അറിയുന്നത്. ചികിത്സയുടെ ഫലമായി ഇനി ഓർമ്മകളുടെ തടവറിൽ ജീവിക്കില്ലെന്നും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുമെന്നും തീരുമാനിച്ചതാണ്. പക്ഷെ ഇന്നലെ രാത്രി തനിക്ക് എന്താണുണ്ടായെന്ന് മാത്രം അറിയുന്നില്ല. സബി, നിനക്ക് സുഖല്ലേ? നീ എന്നെ വെറുക്കരുത്. നീയില്ലാതെ പറ്റില്ലെന്ന് തോന്നിയ നിമിഷത്തിൽ മനസ്സ് കൈവിട്ടുപോയി. പക്ഷെ ഇപ്പം എനിക്കെല്ലാം ബോധ്യമായി. ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും ഒരിക്കലും നിലക്കാത്ത പ്രണയമായി നീ എന്നിൽ എന്നും ഉണ്ടാവും. നമ്മൾ പരസ്പരം ഒരിക്കലും വേദനിക്കുന്ന ഓർമ്മകളാവരുത്.
തമ്മിൽ കാണാൻ വിധിയുണ്ടെങ്കിൽ പഴയ കൂട്ടുകാരായി സ്നേഹം മാത്രം പകർന്നുകൊണ്ട് കുറച്ചു നേരം. മറ്റൊന്നും ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നിനക്കും കുടുംബത്തിനും എന്നും നല്ലത് മാത്രം വരട്ടെ. ശരി, ഞാൻ വെക്കേട്ടോ സബി. ആരും ഞാൻ വരണ്ട്. നിന്നെ കാണാൻ ഇക്കാനെയും കുട്ടി അടുത്ത അവധിക്ക്. നീ സന്തോഷമായിട്ടിരിക്കും. അത്രയും പറഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ സെബി ഫോൺ കട്ട് ചെയ്തു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോയി. അതേസമയം അരവിന്ദു എന്തെന്നില്ലാത്ത സമാധാനത്തിൽ പുഞ്ചിരിയോടെ അമ്മയെ ചായ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. നഷ്ടപ്പെട്ടെന്ന തോന്നലിൽ സമനില തെറ്റിക്കും. ആശ്വാസത്തിന്റെ ഒരു വിളിയിൽ മാഞ്ഞ പുഞ്ചിരി വീണ്ടും മുഖത്ത് വിരിയും.